ഈ സിനിമയൊക്കെ ഗസ് ചെയ്യാൻ പറയാന്ന് പറയുന്നതിന് വലിയൊരു മണ്ടത്തരം. എന്നാലും ഞാൻ ഈ സിനിമയുടെ ടൈറ്റിൽ പറയുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രജനീകാന്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മാസ് ആക്ഷൻ ഫിലിം. കേരളത്തിലും പല സ്ഥലങ്ങളിലും വലിയൊരു ഫോളോവിംഗ് ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണിത്. ഈ സിനിമ സത്യം പറഞ്ഞാൽ രജനീകാന്ത് ആയിരുന്നില്ല നായകനെ അഭിനയിക്കേണ്ടിരുന്നത്, ചിരഞ്ജീവി ആയിരുന്നു. കാരണം ഇത് രജനീകാന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചിരഞ്ജീവി നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നീട് എന്തൊക്കെ ഡേറ്റ് ഇഷ്യൂ കാരണം ഇത് രജനീകാന്ത് തന്നെ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നീട് ഡബ് ചെയ്ത് ഇറക്കിയിട്ട് അവിടെയും വലിയ ഹിറ്റായി. സൗത്ത് ഇന്ത്യയിലും നോർത്തിലും വലിയൊരു ഹിറ്റായ ചിത്രമാണിത്. ജപ്പാനിലടക്കം ഈ സിനിമ വലിയ രീതിയിൽ ഓടിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ രജനീകാന്തിന്റെ ഒരു കൾട്ട് ക്യാരക്ടറാണിത്. ഒരു വേറെ ലെവൽ കഥാപാത്രം. നിങ്ങളിൽ എത്ര പേർക്ക് ഈ കഥാപാത്രം അറിയാം, ഇത് ഏതാണ് സിനിമ എന്നറിയാം, ഒക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേർക്ക് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്, എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് രജനി, നഗ്മ, അതുപോലെ ദേവൻ, പിന്നെ വിജയകുമാർ, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് രജനി വേഴ്സസ് നമ്മളുടെ സ്വന്തം രഘുവരൻ. അതെ, ലെജൻഡറി രഘുവരൻ. അദ്ദേഹത്തിന്റെ ഒരു കിടിലം വില്ലൻ വേഷമാണ് ഇതിലെ. മാർക്ക് മാർക്ക് ആന്റണി. ഓഹ്, അത് പറയണ കേൾക്കുമ്പോ തന്നെ ഒരു കേരളേറാണ്ട് എജ്ജാതി പെർഫോമൻസ് അറിയതില്. അതേപോലെ രജനി ആൻഡ് മാർക്ക് ആന്റണി. ഈ സിനിമയുടെ ടൈറ്റിൽ ഞാൻ പറയൂല, നിങ്ങൾ തന്നെ പറയണം ഇതിന്റെ ടൈറ്റിൽ എന്താണെന്നുള്ളത്. അപ്പോ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇത് എത്ര തവണ കണ്ടിട്ടുണ്ട്, എത്ര തവണ റിപ്പീറ്റ്ലി ഇത് കണ്ടിട്ടുണ്ട്, എത്ര കണ്ട് ഇഷ്ടപ്പെട്ട സിനിമയാണിത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടാവും. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡ് വേറെ ലെവലാക്കി തന്ന സിനിമകളിലൊന്നാണ്. കാരണം തമിഴ് സിനിമ നമ്മൾ കാണാൻ തുടങ്ങിയ കാലത്ത് കേട്ടു തുടങ്ങിയ പേരിലൊന്നാണ് രജനീകാന്ത്, കമലഹാസൻ, വിജയ്, അജിത്, അതുപോലെ ഒരുപാട് പേരുടെ. അപ്പൊ ആ കൂട്ടത്തിലൊരു വൺ ഓഫ് ദ വേനിയർ ആയിട്ടുള്ള മുതലാണിത്. നിങ്ങൾ മിസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിനിമയെ പറ്റി ഒന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.